ഹേ ഗെയിംസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഇനി നേരെ വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ മൊത്തത്തിൽ ഡയമണ്ട് ഗിയർഡപ്പ് ആയിട്ടുണ്ട്. എൻ്റെ മൊത്തത്തിൽ ഡയമണ്ട് ടൂൾസ് ആൻഡ് ഡയമണ്ട് ആർമറും ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഇന്നലെ മൈനിങ്ങിന് പോയാണ് ഒപ്പിച്ചത്. ഇന്നലത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക, ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. പിന്നെ ബാക്കി 4 ഡയമണ്ട് നമുക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് എടുത്തു വയ്ക്കാം, കാരണം നമുക്ക് എൻചാൻമെൻറ്റ് ടേബിൾ ഉണ്ടാക്കണം. ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് പറയുന്നത് എൻചാൻമെൻറ്റ് ഏരിയയും ഷുഗർ കെയിൻ ഫാർമാണ്. അത് നമ്മൾ ഫാർമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും ചെറുതായിട്ട് നമ്മൾ നട്ടു വയ്ക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് അതിലേക്ക് കിടക്കാം. അതിനെക്കാട്ടി മുമ്പായിട്ട് ഞാൻ ഇവിടെ കുറച്ച് AFK ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് അപ്പം നമുക്ക് ഇവിടെ കുറച്ച് അയൺ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ അയൺ ഫാമിൽ ഒന്ന് AFK ഇപ്പോൾ ഉണ്ടായിരുന്നു. അയൺ ഫാമിൻ്റെ എപ്പിസോഡിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് നിങ്ങൾ കാണേണ്ടതാണ്. സിമ്പിളായിട്ടുള്ള അയൺ ഫാമാണ്, പക്ഷേ ഭയങ്കര എഫിഷ്യൻറ്റുമാണ്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് പോയി കിടന്നുറങ്ങാം. അതിനായിട്ട് ഞാൻ വീട്ടിലേക്ക് പോട്ടെ, വീട്ടിലെത്തിയിട്ട് കാണാം. ഓക്കെ, ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പോയി കിടന്നുറങ്ങാം. ഇതാണെങ്കിൽ എനിക്ക് എപ്പോഴും മിസ്സിലേക്ക് വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വാട്ടർ ബക്കറ്റ് കൂടെ കൊണ്ട് കിടക്കുന്നത്. ഓക്കെ, നമുക്ക് കിടന്നുറങ്ങിയേക്കാം. ഓക്കെ, മോൺസ്റ്റേഴ്സ് നിയർ ബൈ ആണ്. നമുക്ക് ബെഡ് എടുത്ത് കൈ പിടിക്കാം. ഇതെനിക്ക് ഒരുപാട് മിസ്ക്ലിക്ക് എനിക്ക് വരാറായിട്ടുണ്ട്. ഈ വെള്ളം എടുത്ത് വെച്ചേക്കാൻ വേണ്ടി ഇങ്ങനെ വീട് മൊത്തം നിന്ന് നിർത്തും. ഒന്നാമത് വീട്ട് വെച്ചുണ്ടാക്കിയേക്കുന്നത് ഈ തീയൊക്കെ ഇപ്പം അണച്ചേ വെച്ചത്തോളൂ. ഇവിടുന്ന് റീച്ച് ആവത്തില്ല. ഞാൻ വെളിയിലേക്ക് പോട്ടെ. ഇതേപോലെ കുറേ പ്രാവശ്യം എനിക്ക് മിസ്ക്ലിക്ക് പറ്റി. പക്ഷേ ആദ്യമായിട്ട് എൻ്റെ വീട് കത്തുന്നത് നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ബ്ലോക്ക് എടുത്ത് മണ്ടയിലേക്ക് ഫ്രിഡ്ജ് ചെയ്ത് പോകണം. ഭയങ്കര ഇങ്ങനെ സോംബി അടിക്കുന്നത്. നല്ല സോംബി വിചാരിച്ച് മണ്ടയ്ക്ക് എത്തി തന്നു. കേസ് ഇവിടെയും കൂടിയേ ഉള്ളൂ. തീ അതങ്ങ് അണച്ചേക്കാം. അപ്പം എൻ്റെ വീട് മൊത്തം നിന്ന് കത്തിയേനെ. ഇവിടെ കിടന്നുറങ്ങാൻ പറ്റുമോ നോക്കാം. പറ്റില്ല. ആ താഴെ വെക്കുന്ന സോംബിയെ ഒന്ന് കൊല്ലട്ടെ. ഞാൻ കൊന്നിട്ട് കിടന്നുറങ്ങിയിട്ട് കാണും. അവിടെ ഒരു സോംബി ഇപ്പോൾ ഉണ്ട്, അവനെ ഒന്ന് കൊല്ലട്ടെ. ഞാൻ ഇതൊക്കെ ഒന്ന് ശരിയാക്കട്ടെ. രാവിലെ ആയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ശരിയാക്കട്ടെ. ഓക്കെ, ഞാൻ ഇതൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇനി ഷുഗർ കെയിനും കണ്ടുപിടിക്കണം. കുറേ നമുക്ക് ലെതറും വേണം, ഷുഗർ കെയിനും വേണം. ഇതൊക്കെ നമുക്കിനി കളക്ട് ചെയ്യാം. അപ്പം ഗൈസ്, നമുക്ക് കുറച്ചൊന്നും പോരാ. ലെതർ ഒരുപാട് വേണം. അതുകൊണ്ട് നമുക്ക് ഒരുപാട് കവുവിനെ കൊല്ലേണ്ട ആവശ്യമുണ്ട്. ഇപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. കാരണം നമുക്ക് ഇനി ഷുഗർ കെയിൻ വേണം. ഷുഗർ കെയിൻ കണ്ടുപിടിക്കാൻ ആദ്യം തന്നെ പോവാം. ഈ വേൾഡ് ഞാൻ ഇതുവരെ ഷുഗർ കെയിൻ എടുത്തിട്ടില്ല. നമുക്ക് ആ സൈഡിലായിട്ട് ചെറിയൊരു റിവർ പോലെയും കണ്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അവിടെ മിക്കവാറും കാണും ഷുഗർ കെയിൻ. അവിടെ ആയിട്ട് ഞാൻ അങ്ങോട്ടേക്കൊന്ന് പോട്ടെ. അവിടെ ആയിട്ട് കുറച്ച് ഷുഗർ കെയിൻ കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം, എന്നിട്ട് അതെടുക്കാം. അവിടെ ആയിട്ട് 2 എണ്ണേ ഉള്ളതെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, നമ്മളത് എടുത്തിട്ടുണ്ട്. താഴോട്ട് അപ്പുറത്തെ സൈഡിൽ പറഞ്ഞുണ്ട്. ഇവിടെ നിൽക്കുന്ന ട്രൈഡൻറ്റ് കൊണ്ടാണ്. നമുക്ക് 3 ട്രൈഡൻറ്റ് വേണം ഗൈസ്. ആർമഡിയിലോ വെച്ചിട്ടുള്ള XP ഫാമിങ്. അതിനെ യൂട്യൂബിൽ കണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അടുത്ത പ്രാവശ്യം നമുക്ക് എന്തായാലും XP ഫാം വേണം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് XP ഫാം ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ, നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന നോക്കാം. ഗൈസ്, അവിടെയായിട്ട് കുറച്ച് ഷുഗർ കെയിൻ നിൽക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടും കൂടി പോവാം. എല്ലാ ഷുഗർ കെയിനും നമുക്ക് എടുത്തേ പറ്റത്തുള്ളൂ, കാരണം നമ്മളെല്ലാം ഒട്ടും ഷുഗർ കെയിൻ ഇല്ല. അതൊക്കെ എടുക്കാം. ഓക്കെ, നമുക്കിപ്പോൾ തന്നെ 10 ലെതർ കിട്ടിയിട്ടുണ്ട്. 10 ഷുഗർ കെയിൻ കിട്ടിയിട്ടുണ്ട്. ലെതർ അല്ല, സോറി. ഇനി നമുക്ക് ഏകദേശം എത്ര ലെതർ വേണമെന്നറിയില്ല. ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 പേപ്പറും പിന്നെ 3 ലെതറുമാണ് ഒരു ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടത്. നമുക്ക് 3 ബുക്ക് വേണം ഒരു ബുക്ക് ഷെൽഫിന്. അപ്പം എത്രയായിരിക്കും? നമുക്ക് ഏകദേശം 141 ലെതറും പിന്നെ എത്രയാണെന്ന് അവിടെ 141 ലെതറും പിന്നെ നമുക്ക് 45 ഷുഗർ കെയിനും വേണം. 45 ഷുഗർ കെയിനും കാണണം. കാരണം 3 ഷുഗർ കെയിൻ വെക്കുമ്പോഴാണ് ഒരു പേപ്പർ ആവുന്നത്. 3 പേപ്പർ കിട്ടും 3 ഷുഗർ കെയിൻ വെക്കുമ്പോൾ. അപ്പോൾ അത് തന്നെ മതി. നമുക്ക് കുറേ ലെതറാണ് ഒരുപാട് വേണ്ടത്. അതൊക്കെ എടുക്കാൻ വേണ്ടി ഒരുപാട് മൃഗങ്ങൾ നമ്മൾ കൊല്ലണം. രാത്രി ആവുന്നുണ്ട്. നമുക്ക് നമ്മളെ വീട്ടിലേക്കൊന്ന് പോവാം. ഇല്ലെങ്കിൽ ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ മറ്റേ ജന്തുക്കളൊക്കെ വന്ന് നമ്മൾ അടിച്ചു കൊല്ലാൻ നോക്കാം. ഗൈസ്, ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ വീട്ടിൽ എത്തിയിട്ട് കിടന്നുറങ്ങാന്നാണ്. അപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്. നമുക്ക് ബോൺ വീൽ ഉണ്ടെങ്കിൽ ബെഡ് റോക്കിനകത്ത് ഷുഗർ കെയിൻ ബോൺ വീൽ ചെയ്യാൻ പറ്റും.
അപ്പോൾ കുറച്ച് സ്കെൽട്ടനെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് ബോൺ കിട്ടും. അത് വെച്ച് നമുക്ക് ബോൺ വീൽ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് ഷുഗർ കെയിൻ ഒപ്പിക്കാൻ പറ്റും. അപ്പം ഞാൻ കുറച്ച് കൊല്ലട്ടെ. ഓക്കെ ഗൈസ്, അതിവിദഗ്ധമായി ഞാൻ സ്കെൽട്ടൺ ആയതുകൊണ്ട് ചത്തിട്ട് കാര്യങ്ങളുണ്ട്. ഈ സ്കെൽട്ടനെ ഒന്ന് കൊല്ലട്ടെ. കൊല്ലാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ്റെ പോകുന്നുണ്ട്. അവനിപ്പം നമ്മളെ കൊല്ലും. അവൻ ഇനി കിടന്നുറങ്ങിയിട്ട് പോവാം. ഓ, അകത്ത് നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കും. ഓടാ ഇവിടെ എന്തായാലും ചാവും. ആ മണ്ടന്മാരെ കൊല്ലാൻ പറ്റുമോ നോക്കാം. ഓ, അമ്മ തമ്മിലടിക്കുന്നു. അമ്മ തമ്മിൽ ചാവട്ടെ. ഈ മണ്ടന്മാരെ കാരണം ഞാൻ ചാവും. ഈ സാധനങ്ങളൊക്കെ നമുക്ക് എടുത്തുകൊണ്ട് പോവാം, അല്ലെങ്കിൽ ഇവിടെ ചാവും. ഈ സാധനങ്ങളൊക്കെ ഡീസ്പോണോ ബാക്കിലൊരു പറഞ്ഞതേ ഉള്ളൂ. അപ്പം തന്നെ പൊട്ടിത്തെറിച്ചു. നമുക്ക് ഇച്ചിരി ദൂരേക്ക് പോകാൻ കഴിച്ചു. എന്തായാലും എൻ്റെ വീട്ടിനകത്ത് സ്പൈഡർ ഉള്ളതുകൊണ്ട് കിടന്നുറങ്ങാൻ പറ്റത്തില്ല. കുറച്ച് ദൂരോട്ട് പോയേക്കാം. എവിടെയും സ്കെൽട്ടൻ നിൽപ്പുണ്ട്. എന്നെ കൊന്നേക്കാം. നമുക്ക് കുറച്ച് ബോൺ വീലിൻ്റെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്കെൽട്ടനെ കൊല്ലുന്നത്. നമുക്ക് വീട്ടിലോട്ട് പോവാം. എനിക്ക് തോന്നുന്നു ഇത്രയും ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ അകത്ത് നിൽക്കുന്ന ആ മണ്ടൻ ഡീസ്പോൺ ആയിട്ടുണ്ടാവും. അതെ, സൗണ്ട് ഡീസ്പോൺ ആയിട്ടുണ്ടാവും. നമുക്ക് ഇവിടെ കിടന്നുറങ്ങാം. ഇവിടെ കിടന്നങ്ങ് ഉറങ്ങാം. ഞാൻ എൻ്റെ ആർമറൊക്കെ ഒന്ന് എടുത്തിട്ടെ. എന്നിട്ട് ഞാൻ എപ്പോഴും വെക്കുന്ന കണക്കൊക്കെ ഒന്ന് വെക്കട്ടെ, അറേഞ്ച് ചെയ്ത്. ഓക്കെ, ഞാൻ വെളിയിലേക്ക് പോവാം. എന്നിട്ട് നമുക്ക് ഷുഗർ കെയിൻ ഫാർം ചെയ്യാം ഗൈസ്. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒരു ഹോൾ ഇട്ടിട്ട് അതിനകത്ത് വെള്ളം ഒഴിക്കണം. വെള്ളത്തിൻ്റെ അടുത്ത് മാത്രമേ ഷുഗർ കെയിൻ വെക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മളെ ഉള്ള ബോൺ എടുത്ത് ബോൺ വീലാക്കാം. എന്നിട്ട് ആ ബോൺ വീൽ കൊണ്ടാണ് നമ്മളതിനെ ബോൺ വീൽ എന്നിട്ട് അതിനെ മുറിക്കും. ഇപ്പം നമുക്ക് ഏകദേശം 2 പീസ് കിട്ടും. അടുത്ത നമുക്ക് കൈ പിടിച്ചേക്കാം. ഓക്കെ, ഇത്രയും ബോൺ വീൽ മതിയോന്ന് എനിക്കറിയില്ല. ചെയ്തു നോക്കാം. ഇപ്പം തന്നെ 27ആയി. തികയില്ലെന്നാ തോന്നുന്നു ഇത്രയും ബോൺ വീൽ. ഞാൻ ഈ വീട്ടിൽ നമ്മൾ ബോൺ വീൽ കണ്ടുപിടിക്കണം. ഈ ബോൺ വീലും തികയത്തില്ല. അല്ല, നമുക്ക് ഇത്രയും തന്നെ മതി. തികയും 49 എണ്ണമാണ്. 45 എണ്ണം മതി. നമുക്ക് 45 എണ്ണം മതി. പേപ്പർ ഉണ്ടാക്കാം. നമുക്ക് 48 പേപ്പർ ഉണ്ടാകാൻ പറ്റും. 48 പേപ്പർ ഉണ്ടാക്കാം. ഇതെന്താണ് എന്തോ നമുക്ക് വെളിയിലേക്ക് പോകണം. എന്നിട്ട് ഇനി നമ്മൾ ഒരുപാട് കൗവിനെ കൊല്ലണം. കാരണം നമുക്ക് ഒരുപാട് ലെതറിൻ്റെ ആവശ്യമുണ്ട്. കൗവിനെ കൊല്ലണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വില്ലേജിൽ പോയിട്ട് അവിടെ എന്തേ എടുക്കണം. അവിടെ ഏകദേശം ഒരു 8 എണ്ണം കണ്ടുണ്ടെന്ന് തോന്നുന്നു. ആദ്യം നമുക്ക് ഈ കൗവിനെയൊക്കെ കൊല്ലാം. ലെതർ ഒപ്പിയുന്നില്ല. അവൻ ലെതർ തന്നു. അവൻ ലെതർ തന്നു. ഓക്കെ, ഞാൻ അങ്ങനെ കുറച്ച് കൗസിനെയൊക്കെ കൊല്ലട്ടെ ഗൈസ്. അപ്പം ഞാൻ കൗവിനെ മാത്രമല്ല കുറെ ഹോഴ്സിനെയും കൊന്നു. ഹോഴ്സ് നമുക്ക് ലെതർ ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് നമുക്ക് 20 എണ്ണം മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയും കുറെ പേരെ കൊല്ലാനായിട്ടുണ്ട് ഗൈസ്. ഒരു തെറ്റ് പറ്റി. നമുക്ക് 141 ലെതർ അല്ല വേണ്ടത്, പേപ്പറായിരുന്നു. ഞാൻ വിചാരിച്ച ലെതറാന്ന്. എന്നിട്ട് ഞാൻ ലെതറാണ് കളക്ട് ചെയ്യാൻ പോയത്. നമുക്ക് ഏകദേശം 45 ലെതർ തന്നെ മതി. നമുക്ക് ഇപ്പൊ എത്ര ബുക്ക് ഷെൽഫ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് വുഡും കൂടി വേണം. അതും കൂടി ഞാൻ എടുക്കട്ടെ ഗൈസ്. ഞാൻ വുഡ് എടുക്കുന്നതിനെക്കാട്ടി മുമ്പായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് ഞാൻ പറഞ്ഞ 8 പീസ് ഇതിരിക്കുന്നത്, എന്താ ബുക്ക് ഷെൽഫ് ഇരിക്കുന്നത്. അത് നമുക്ക് അങ്ങ് എടുത്തേക്കാം. അതും കൂടി കൂട്ടുമ്പോഴത്തേക്കും നമുക്ക് എത്ര ആവും നോക്കാം. ഓക്കെ, ഇപ്പം 40 ബുക്കായിട്ടുണ്ട്. ഇത്രയും മാത്രം. ഓക്കെ, ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ ഗൈസ് ഈ ഒരു വില്ലേജിൽ. പിന്നെ എനിക്ക് ആ സൈഡിൽ നിന്ന് കുറച്ചും കൂടി ഷുഗർ കെയിനും കിട്ടി. പിന്നെ നമുക്ക് കുറച്ച് ലെതറും കിട്ടിയിട്ടുണ്ട്. നമുക്ക് താഴോട്ടേക്ക് പോയിട്ട് എത്ര ബുക്ക് ഷെൽഫും കൂടി ഉണ്ടാകാൻ പറ്റുമെന്നും കൂടി നോക്കാം. അവിടെ ആയിട്ട്
ക്രാഫ്റ്റിംഗ് ടേബിൾ ഞാൻ വെച്ചിട്ടുണ്ട്, അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. ഇവനെ കൂടി കൊന്നേക്കാം, ഇവൻ ലെതർ ഡ്രോപ്പ് ചെയ്യും. നമുക്കിപ്പം പേപ്പറാക്കിയേക്കാം, അതൊക്കെ എടുത്ത് 3 കൂടി ഉണ്ടാക്കാൻ പറ്റും. ഇനി പോയി ഞാൻ വുഡ് വെട്ടിയാൽ മാത്രമേ നമുക്ക് ഇനി അതുണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാൻ പോയി വുഡ് വെട്ടട്ടെ ഗൈസ്. കുറച്ച് കൗസിനെയും കൂടി തല്ലിക്കൊന്ന് കുറച്ച് വുഡും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. കുറച്ച് കൗസിനെയും ഞാൻ തല്ലിക്കൊന്ന് ലെതറും എടുത്തിട്ടുണ്ട്, പിന്നെ വുഡും ഞാൻ വാങ്ങിയത് എടുത്തിട്ടുണ്ട്. നമുക്ക് അതൊക്കെ വെച്ച് ഉണ്ടാക്കാൻ ഗൈസ്. എന്താ നമ്മളെ ബുക്ക് ഷെൽഫ് ഉണ്ടാക്കാം. നമുക്ക് 15 ബുക്ക് ഷെൽഫാണ് ഗൈസ് വേണ്ടത്. 30 ലെവൽ എൻചാൻറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി. മാക്സ് ലെവൽ എൻചാൻറ്റ്മെന്റ് 30 ലെവലാണ്. എന്നിട്ട് നമുക്ക് ഇതൊക്കെ എടുത്തൊന്ന് പ്ലാങ്ക്സ് ആക്കാം. എന്നിട്ട് നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ബുക്ക് ഷെൽഫ് ഉണ്ടാക്കാം. എത്ര ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. നമുക്കിപ്പോൾ മൊത്തത്തിൽ 14 ബുക്ക് ഷെൽഫ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. 1 കൂടി വേണം. നമുക്ക് ഷുഗർ കെയിനാണ് ഏസ് ഇല്ലാത്തത്. നമുക്കിനി 2 ഷുഗർ കെയിൻ കൂടി കണ്ടുപിടിക്കണം. പിന്നെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാകുന്ന നോക്കട്ടെ. അപ്പം അതും കൂടി സെറ്റായി കഴിഞ്ഞാൽ എനിക്ക് ഒഫീഷ്യലി നമ്മൾ എൻചാൻറ്റ്മെന്റ് സെറ്റപ്പ് ഉണ്ടാക്കാൻ പറ്റും. കേസ് ഞാൻ ഒന്ന് കണ്ടുപിടിക്കട്ടെ. കേസ് അത് കണ്ടുപിടിക്കാനായിട്ടൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ചെസ്റ്റ് ഇരിക്കുന്ന ബോൺ വീൽ എടുത്ത് എല്ലാം ബോൺ വീൽ ചെയ്യാം കേസ്. ഞാൻ ഒന്ന് ബോൺ വീൽ ചെയ്യട്ടെ. ഓക്കെ, ഞാൻ ഇപ്പോൾ ബോൺ വീൽ വെച്ച് 17 ഒപ്പിച്ചിട്ട് കാര്യങ്ങളുണ്ട്. 17 ആവശ്യം നമുക്കില്ല. അതുകൊണ്ട് നമുക്ക് വെച്ച് 1 കൂടി ഉണ്ടാക്കിയേക്കാം കറക്റ്റായിട്ട്. എന്നിട്ട് നമുക്ക് എൻചാൻറ്റ്മെന്റ് ഏരിയ ഉണ്ടാകണം. അതിനായിട്ട് മുമ്പ് ഒബ്സീഡിയം വേണം ഗൈസ്. 2 നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. 1. രണ്ടാമത്തെ എൻ്റെ മൈനിങ് ഏരിയയിലുണ്ട്. ഞാൻ അങ്ങോട്ടേക്കൊന്ന് പോയി എടുക്കട്ടെ. ഓക്കെ, മൈനിങ് ഏരിയ ഇവിടെ ആയിട്ട് ഞാൻ അത് അടച്ച് മൂടിയും കാര്യങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ലാവയുണ്ട്. നമുക്ക് അതൊന്നും എടുക്കണം. അതിനായിട്ട് ഇവിടെ നിന്ന് സ്റ്റെപ്പ് ഉണ്ടാക്കി മണ്ടയിലോട്ടേക്ക് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മണ്ടയിൽ നിന്ന് നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റും. ഇവിടെയാണ് അതിൻ്റെ എൻട്രൻസ്. ഇവിടെ ബ്ലോക്ക് ചെയ്യാം. എന്നിട്ട് ഒരു ബ്ലോക്കും കൂടി മണ്ടയിലോട്ടേക്ക് ഓക്കെ. ഇനി നമുക്ക് മണ്ടയിലേക്ക് കയറാം. കേസ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് മൊത്തം ഒബ്സീഡിയൻ ആവും. എന്നിട്ട് ആ ഒബ്സീഡിയൻ നമുക്ക് കുറച്ച് മൈൻഡ് ചെയ്തെടുത്താൽ മതി. ഇവിടെ നമുക്ക് വെള്ളം ഒഴിക്കാം. അയ്യോ, അത് മൊത്തമായി. അത് കുഴപ്പമില്ല, അത് കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ അടിയിലായിട്ട് എന്തായാലും കാണും. ഞാൻ ഈ സൈഡിൽ നിന്ന് ടോർച്ച് എടുക്കട്ടെ. ഇവിടെ ആയിട്ടുണ്ട് ടോർച്ച്. അതെടുത്ത് നമുക്ക് അതിൻ്റെ സൈഡിലായിട്ട് വെക്കാം. കാരണം അതിനകത്തും വെട്ടം വേണം, ഇവിടെയും വെട്ടം വേണം. അതുകൊണ്ട് നമുക്ക് ഇവിടെ ആയിട്ട് ടോർച്ച് വെക്കാം. ഓക്കെ, ഇനി ഞാൻ 3 ഒബ്സീഡിയം മൈൻഡ് ചെയ്തെടുക്കട്ടെ. ഇനി തോന്നുന്നു ഒബ്സീഡിയം മൈൻഡ് ചെയ്യുമ്പോൾ താരെ ലാവയായിരിക്കും. അതുകൊണ്ട് നമ്മളവിടെ വെള്ളം ഒഴിക്കണം. അത് ഇതൊരെണ്ണം മൈൻഡ് ചെയ്യട്ടെ. ഓക്കെ, അത് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വെള്ളം ഒഴിച്ചേക്കാം. അതിൻ്റെ അപ്പുറത്തായിട്ട് മൊത്തം ലാവയായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് മൈൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വെള്ളം ഒഴിച്ചേക്കാം. അതിൻ്റെ അടിയിലായിട്ട് ലാവയായിരിക്കും. അതേ ലാവയാണ്, അത് കുഴപ്പമില്ല. ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ 3 ആയി. കുഴപ്പമില്ല, നമുക്ക് 1 കൂടി എടുത്തേക്കാം. ഓക്കെ, നമുക്ക് പോവാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് പോവാം ഗൈസ്. ഓക്കെ, ഞാൻ മണ്ടയിലേക്ക് പോട്ടെ. ഓക്കെ, ഞാൻ വിചാരിച്ചു ഇവിടുന്ന് സ്റ്റെപ്പ് കെട്ടി മണ്ടയിലേക്ക് കയറാം. ഇല്ലെങ്കിൽ ഞാൻ അടുത്ത പ്രാവശ്യം ഇറങ്ങുമ്പോഴത്തേക്കും പാടായിരിക്കും മണ്ടയിലേക്ക് കയറാൻ. അതുകൊണ്ട് ഇപ്പം ഞാൻ സ്റ്റെപ്പ് അങ്ങ് കേട്ടെ. ഓക്കെ, നമുക്കിനി ഇതുണ്ടാക്കാം. ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കൊണ്ടുപോയി അവിടെ വെക്കാം. എവിടെയാ വെക്കാനായിട്ട് തീരുമാനിച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ആയിട്ടാണ്. തൽക്കാലത്തേക്കാണ്. നമുക്കിനി പിന്നെ ഇത് മാറ്റണം. കാരണം തൽക്കാലത്തേക്ക് നമുക്ക് ഇപ്പോൾ ഇവിടെ വെക്കാം. പിന്നെ ഇതെങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചുറ്റിനുമായിട്ട് നമ്മളിത് വെക്കണം. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇങ്ങനെയാണ് നമ്മൾ വെക്കേണ്ടത്. ഇപ്പം തന്നെ ലെവൽ 30 എൻചാൻറ്റ്മെന്റ് കിട്ടും. വെക്കാൻ വേണ്ടി ലാപ്പിസ് വേണം. അത് ഞാൻ പോയി എടുക്കാം. ഓക്കെ, ഞാൻ ഇനി കേവിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ലാപ്പിസ് ഉണ്ട്, അതെടുക്കാം. ഒരു സോംബി എന്നെ അറ്റാക്ക് ചെയ്യുന്നു. കുഴപ്പമില്ല, അവനെ കൊല്ലാം. അപ്പം ചത്തില്ല. ഓക്കെ, ഞാൻ പിന്നെയും കുറച്ച് ലാപ്പിസൊക്കെ മൈൻഡ് ചെയ്യാൻ പോകാം. പിന്നെ എനിക്ക് ലെവലില്ലാത്തതുകൊണ്ട് ലെവൽ 30 കാണിക്കില്ല. ഇങ്ങനെ തന്നെ വെച്ചാൽ മതി ഗൈസ്. ഞാൻ ഇവിടെ നിന്ന് അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. ബിക്കോസ് ഞാൻ അത് ഇങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്ലോറൊക്കെ ചെയ്തിട്ടുണ്ട്. ബ്രിഡ്ജിൻ്റെ ഇതും ഒബ്സീഡിയനും വെച്ചിട്ട് തൽക്കാലത്തേക്ക് ഇത് തന്നെ മതി. അവിടെ അത് ഒറ്റപ്പെട്ടിരിക്കും പോലെ തോന്നി. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് എടുത്ത് വെച്ചത് ഗൈസ്. നമുക്ക് എൻ്റെ വീടിൻ്റെ ഇവിടെ ആയിട്ട് ഷുഗർ കെയിൻ ഫാർം കൂടി വേണം. അതും കൂടി ഞാൻ സെറ്റപ്പ് ആക്കട്ടെ.
ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. കുറച്ച് ബോൺവീൽ ചെയ്ത് ഞാൻ ഇച്ചിരി ആക്കിയും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. നമ്മൾ തൽക്കാലത്തേക്ക് ഇത് തന്നെ മതി. പിന്നെ നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടങ്ങനെ ഉണ്ടാക്കാം. പിന്നെ ഇവിടെ ആയിട്ട് ബാരലും വെച്ചിട്ടുണ്ട്, ഈ സാധനം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് ഞാൻ പറഞ്ഞു. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ബാക്കിയുള്ള എപ്പിസോഡൊക്കെ പോയി കണ്ടോ.